ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത കുറച്ച് വില കിട്ടാവുന്ന നോട്ടുകളാണ്. അപ്പോൾ ആ ഒരു നോട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആ ഒരു നോട്ടുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത കുറച്ച് നോട്ടുകളാണ്. എല്ലാം നല്ല യു എൻ സി കണ്ടീഷൻ നോട്ടുകളാണ്. ചോക്ലേറ്റ് ജെം യു എൻ സി എന്ന് വേണമെങ്കിലൊക്കെ പറയാം. നല്ലൊരു ഗ്രേഡ് കണ്ടീഷനാണ്. അതുപോലെ തന്നെ ഈ ഒരു നോട്ടുകളൊക്കെ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്ന നോട്ടുകൾക്കൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ വന്നിട്ടുണ്ട്. ഏകദേശം ചില നോട്ടുകൾക്ക് 500 രൂപ മുതൽ 700 രൂപ 1000 രൂപ വരെയൊക്കെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നോട്ടുകളാണ്. അപ്പോൾ ആദ്യം നമുക്ക് പരിചയപ്പെടാം. 1 രൂപ നോട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ 1 രൂപ നോട്ടാണ്. LK ജാ സിഗ്നേച്ചർ ചെയ്ത 1 രൂപ നോട്ടാണ്. ഈ ഒരു നോട്ടിൻ്റെ ഡീറ്റെയിൽസ് ഇറങ്ങുന്ന വീഡിയോ ഞാൻ എൻ്റെ ഒരു ചാനൽ വഴി ഞാൻ ഒരുപാട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ കാണുക. ആ ഒരു നോട്ടിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് 1 രൂപ LK ജാ സിഗ്നേച്ചർ ചെയ്ത 1963 1 രൂപ നോട്ടാണ്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും 1963 എന്നുള്ളൊരു വർഷം കൊടുത്തിട്ടുണ്ടായിരിക്കും. 1 രൂപ നാണയത്തിൻ്റെ ആ ഒരു പിക്ചർ കൊടുത്തിട്ടാണ് അത് ആ ഒരു വർഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ അതായത് LK ജാ സിഗ്നേച്ചർ ചെയ്തതും അതുപോലെ തന്നെ ഡിഫറൻറ്റ് സിഗ്നേച്ചറിൽ വരുന്ന ഒരുപാട് 1 രൂപ നോട്ടുകളെ കുറിച്ചൊക്കെ ഞാൻ എൻ്റെ ഒരു ചാനൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുക, കണ്ട് ആ ഒരു നോട്ടൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ കളക്ഷൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് LK ജാ സിഗ്നേച്ചർ ചെയ്ത A ഇൻസെറ്റ് വരുന്ന നോട്ടാണ്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും A എന്നുള്ള ഇൻസെറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. സിഗ്നേച്ചർ LK ജായാണ്. അപ്പോൾ ഈ ഒരു നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു 300 രൂപ മുതൽ 350 400 രൂപ വരെയൊക്കെ മാർക്കറ്റ് വാല്യൂ എത്തിയിട്ടുണ്ട്. അപ്പോൾ 1963 നല്ലൊരു കണ്ടീഷൻ നോട്ട് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ഒന്നും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ 5 രൂപ നോട്ടാണ്. ഈ ഒരു 5 രൂപ നോട്ടിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ കൊമമോട്ടീവ് ഇഷ്യൂ 5 രൂപ നോട്ടാണ്. നമ്മുടെ പുറകിൽ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ആ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ ഡീറ്റെയിൽസ് ഇറങ്ങുന്ന വീഡിയോ ഞാൻ തുടർന്നുള്ള എൻ്റെ ഒരു ചാനൽ വഴി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു നോട്ട് എനിക്ക് 2 നോട്ട് കിട്ടിയായിരുന്നു. 2 നോട്ടും LK ജാ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന നോട്ടാണ്. നമുക്കിവിടെ നോക്കി മനസ്സിലാവും LK ജാ എന്നുള്ള സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 നോട്ട് എനിക്ക് കിട്ടിയായിരുന്നു എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി. 2 നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷൻ നോട്ടാണ്. ഈ ഒരു നോട്ട് നല്ലൊരു UNC കണ്ടീഷനാണ്. അടുത്ത് ഇതുപോലെ തന്നെ ഒരു നോട്ടുകൾ മേടിച്ചായിരുന്നു. ഇതിൽ കുറച്ച് ഡസ്റ്റ് വന്നിട്ടുണ്ട്. പക്ഷേ നല്ലൊരു കണ്ടീഷൻ നോട്ടാണ്. നമുക്കൊരു നല്ലൊരു കളക്ഷൻ ഇതിനായിട്ട് നമുക്ക് വയ്ക്കാവുന്ന നല്ലൊരു നോട്ടാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഡസ്റ്റ് ഒരു ചെറിയൊരു അഴുക്കുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു നോട്ടിൽ. മറ്റേതിൽ നോക്കിക്കഴിഞ്ഞാൽ നോട്ട് നല്ലൊരു കണ്ടീഷനാണ്. അപ്പോൾ 2 നോട്ട് എനിക്ക് കിട്ടിയായിരുന്നു. LK ജാ സിഗ്നേച്ചർ ചെയ്ത നമ്മുടെ 5 രൂപ കൊമമോട്ടീവ് ഇഷ്യൂ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ഒരു പിക്ചർ വരുന്ന 5 രൂപ നോട്ട്. അതുപോലെ തന്നെ അടുത്ത് ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തിരിക്കുന്ന 10 രൂപ നോട്ടാണ്. ഈ ഒരു നോട്ടിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ കൊമമോട്ടീവ് ഇഷ്യൂ 10 രൂപ നോട്ടാണ്. പുറകിൽ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ആ ഒരു പിക്ചറോട് കൂടി വരുന്ന 10 രൂപ നോട്ടാണ്. ഈ ഒരു നോട്ടിനും അത്യാവശ്യം മാർക്കറ്റിൽ ഇപ്പോൾ നല്ലൊരു വില വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 300 രൂപ മുതൽ 500 രൂപ 700 രൂപ വരെയൊക്കെ മാർക്കറ്റ് വാല്യൂ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ്. അപ്പോൾ ഇതും നമ്മുടെ 10 രൂപ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ആ ഒരു പിക്ചർ വരുന്ന LK ജാ സിഗ്നേച്ചർ ചെയ്ത ആ ഒരു നോട്ടാണ്. കൊമമോട്ടീവ് ഇഷ്യൂ നോട്ടാണ്. അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു നോട്ടിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ഞാൻ ഒന്നുകൂടെ ഫോർവേഡ് ചെയ്യുന്നതാണ്. തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ തുറന്നും കാണുക. അടുത്ത് 50 രൂപയുടെ നോട്ടാണ്. ഈ ഒരു 50 രൂപയുടെ നോട്ടിൻ്റെ വാല്യൂ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഞാൻ ഇടക്കാലത്ത് എൻ്റെ ചാനൽ വഴി ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോട്ട് 2 കൂടെ എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് IG പട്ടേൽ സിഗ്നേച്ചർ ചെയ്ത വിത്തൗട്ട് ഫ്ലാഗ് വരുന്നത്, അതായത് നമ്മുടെ പുറകിൽ നമ്മുടെ പാർലമെൻറ്റിൻ്റെ ആ ഒരു പിക്ചർ ഉണ്ടായിരിക്കും. ആ ഒരു പിക്ചറിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു ഫ്ലാഗിൻ്റെ സിമ്പൽ വരേണ്ടതാണ്. പക്ഷേ ഇതിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു നോട്ട് എററായിട്ടുള്ള നോട്ടാണ്. അപ്പോൾ വിത്തൗട്ട് ഫ്ലാഗ് വരുന്ന 50 രൂപ IG പട്ടേൽ സിഗ്നേച്ചർ ചെയ്ത 2 നല്ലൊരു UNC ജെം UNC ചോക്ലേറ്റ് കണ്ടീഷൻ നോട്ട് എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും IG പട്ടേലാണ് ഈ ഒരു നോട്ട് സിഗ്നേച്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ ഡീറ്റെയിൽസ് ഇറങ്ങുന്നത് ഞാൻ എൻ്റെ ഒരു ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ട് ഈ ഒരു നോട്ട് ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അടുത്ത് ഞാൻ പരിചയപ്പെടുത്താൻ വന്നു ഹോങ്കോങ്ങിലെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഭരിച്ചിരുന്നപ്പോൾ നിലവിലുണ്ടായിരുന്ന $1 എന്ന് പറയുന്ന നോട്ടാണ്. അപ്പോൾ ഈ ഒരു നോട്ട് അത്യാവശ്യം മാർക്കറ്റിൽ ഇപ്പോൾ നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ്. ജോർജ് 6ാമൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന നോട്ടാണ്. അപ്പോൾ ഈ ഒരു നോട്ടിന് അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഈ ഒരു നോട്ടിനൊക്കെ 2000 മുതൽ 2500 രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു നോട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു നോട്ടിൻ്റെ UNC കണ്ടീഷന് ഏകദേശം 6000 7000 രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കണ്ടീഷൻ നോട്ടാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്ന വീഡിയോ ഞാൻ തുടർന്നുള്ള എൻ്റെ ഒരു ചാനൽ വഴി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും നോട്ടുകളാണ് ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയ ഇതുപോലത്തെ നോട്ടൊക്കെ നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.